താരമായി തിളങ്ങി നിൽക്കുമ്പോഴുള്ള അപ്രതീക്ഷിതമായ പിന്മാറ്റം. വർഷങ്ങൾക്ക് ശേഷം വില്ലൻ വേഷങ്ങളിലൂടെ ശക്തമായ തിരിച്ചുവരവ്. ജീവിതത്തിൻ്റെ പാതി വഴിയിൽ വെച്ച് മരണത്തിലേക്കുള്ള മടക്കയാത്ര. നടൻ രതീഷിൻ്റെ കരിയറിൽ ഉയർച്ചയ്ക്കും വീഴ്ചയ്ക്കും മാത്രമല്ല, മരണത്തിനുമുണ്ട് വല്ലാത്തൊരു ആകസ്മികത. ശ്രീ രതീഷിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ പാദമുദ്രകളിൽ. 1981 മുതൽ 98 വരെയുള്ള കാലഘട്ടത്തിലാണ് രതീഷ് മലയാള സിനിമയിൽ സജീവമായിരുന്നത്. ഈ കാലയളവിൽ മോഹൻലാലിനും മമ്മൂട്ടിയോടുമൊപ്പം ഈ നാട്, രാജാവിൻ്റെ മകൻ, വഴിയോര കാഴ്ചകൾ, അബ്കാരി, ഉണരു, ജോൺ ജാഫർ ജനാർദ്ദനൻ എന്നിങ്ങനെ നിരവധി ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ വേഷമിട്ടു. ആലപ്പുഴയിലെ പേരുകേട്ട തറവാട്ടിൽ ജനിച്ച രതീഷിന് സിനിമയോടായിരുന്നു കമ്പം. 1977 പുറത്തിറങ്ങിയ വേഴാമ്പൽ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹം ചലച്ചിത്ര രംഗത്ത് അരങ്ങേറ്റം കുറിക്കുന്നത്. 1979 KG ജോർജിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഉൾക്കടൽ എന്ന ചിത്രത്തിലൂടെയായിരുന്നു രതീഷ് ശ്രദ്ധേയനാവുന്നത്. സഹസംവിധായകനാകാൻ KG ജോർജിനെ കാണാനെത്തിയ രതീഷിനെ അഭിനേതാവാക്കാനായിരുന്നു ജോർജിനിഷ്ടം. അത് സംഭവിച്ചു. അങ്ങനെ ഒരു കാലഘട്ടത്തിൻ്റെ സ്പന്ദനമായി മാറിയ ഉൾക്കടൽ എന്ന ചിത്രത്തിൽ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായ ഡേവിഡ് എന്ന കഥാപാത്രത്തിലൂടെ രതീഷ് എന്ന നടൻ മലയാള സിനിമയിൽ ഉദയം ചെയ്തു. തുടർന്ന് തേരോട്ടം എന്ന ചിത്രത്തിൽ സഹനടനായി രതീഷ് അഭിനയിച്ചു. പക്ഷേ ആ ചിത്രം പുറത്തു വന്നില്ല. ഭരതൻ്റെ ചാമരവും IV ശശിയുടെ തുഷാരവുമാണ് രതീഷിനെ മലയാളത്തിലെ താരപദവിയിലേക്ക് എടുത്തുയർത്തിയത്. ചാമരത്തിൽ സെറീന വഹാബായിരുന്നു രതീഷിൻ്റെ നായിക. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. ചാമരത്തിലെ ഗൃഹാതുരമായ ഈ പാട്ടിൽ അഭിനയിച്ചത് രതീഷും സെറീനയുമാണ്. തുഷാരത്തിൽ ഭാര്യയെ മാനഭംഗപ്പെടുത്തിക്കൊന്ന ബ്രിഗേഡിയറോട് പ്രതികാരം കാത്തുസൂക്ഷിക്കുന്ന സൈനികന്റെ വേഷമാണ് രതീഷ് ചെയ്തത്. ഈ വേഷം ആക്ഷൻ സിനിമകളിലേക്ക് കൂടി രതീഷിന്റെ വഴി തുറന്നുവിട്ടു. ജയന്റെ അപകടമരണത്തിന് ശേഷം ആക്ഷൻ റോളുകൾ ചെയ്യാൻ കഴിയുന്ന നായകന്മാർ മലയാളത്തിൽ കുറവായിരുന്നു. ആ ഒഴിവിൽ പകരം നിർത്താൻ പറ്റുന്ന നടനായി രതീഷിനെ സംവിധായകരും നിർമ്മാതാക്കളും കണ്ടു. റൊമാൻറ്റിക് നായകനായും ആക്ഷൻ ഹീറോയായും രതീഷ് വിലസി. ഏറ്റവും വില കൂടിയ ഹീറോയായിരുന്നു അന്ന് രതീഷ്. തുടർന്ന് രതീഷ് മുഖ്യധാരാ സിനിമയിൽ ഒരു അവിഭാജ്യ ഘടകമായി മാറുകയായിരുന്നു. അക്കാലത്തെ ഹിറ്റുകളായ ഈ നാട്, ഇനിയെങ്കിലും, ഉണരു, തുടക്കം ഒടുക്കം, ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, തടാകം, ശ്രീമാൻ ശ്രീമതി, സംഘർഷം, അടിമച്ചങ്ങല, തൃഷ്ണ, അമ്മയ്ക്കൊരുമ്മ, അഹിംസ, തുറന്ന ജയിൽ, ധീര, ജോൺ ജാഫർ ജനാർദ്ദനൻ, ഒറ്റയാൻ, കുളമ്പടികൾ എന്നീ രതീഷ് സിനിമകൾ എടുത്തു പറയേണ്ടതായിരുന്നു. ഒരു നടൻ എന്നതിനു പുറമെ നിർമ്മാതാവിൻ്റെ വേഷത്തിലും രതീഷ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നടൻ സത്താറുമായി ചേർന്ന് 3 ചിത്രങ്ങളും അയ്യർ ദി ഗ്രേറ്റ്, ചക്കിക്കൊത്ത ചങ്കരൻ എന്നീ സിനിമകൾ ഒറ്റയ്ക്കും നിർമ്മിച്ചിട്ടുണ്ട്. തിളങ്ങുന്ന കണ്ണുകളും ഗൗരവം വിടാത്ത മുഖവും അതിലെ മിന്നിമറയുന്ന പ്രണയഭാവങ്ങളുമൊക്കെയായിരുന്നു രതീഷ് എന്ന നടനെ പെട്ടെന്ന് ജനപ്രിയനാക്കിയത്. K മധുവിൻ്റെ കാലം മാറി കഥ മാറി, മാൻ ഓഫ് ദി മാച്ച്, തമ്പി കണ്ണന്താനത്തിൻ്റെ സൂപ്പർ ഹിറ്റായ രാജാവിൻ്റെ മകൻ, വഴിയോര കാഴ്ചകൾ, ഭൂമിയിലെ രാജാക്കന്മാർ തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളിലൂടെ രതീഷ് മലയാളികളുടെ ഇഷ്ടതാരമായി മാറി. 4-5 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും സൂപ്പർ താരങ്ങളായി ഉയർന്നപ്പോൾ തിളക്കം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ രതീഷും ഉണ്ടായിരുന്നു. തമ്പി കണ്ണന്താനത്തിൻ്റെ രാജാവിൻ്റെ മകൻ എന്ന ചിത്രത്തിലെത്തുമ്പോൾ രതീഷ് മോഹൻലാലിൻ്റെ പ്രതിനായകനാണ്. 1988 ശേഷം 6 വർഷത്തോളം രതീഷ് ചിത്രത്തിലുണ്ടായിരുന്നില്ല. ഒരിടവേളയ്ക്ക് ശേഷം 1994 കാശ്മീരത്തിലൂടെയായിരുന്നു തിരിച്ചുവരവ്. അതേ വർഷം തന്നെ കമ്മീഷണറിലെ മോഹൻ തോമസായും വേഷമിട്ടു. ഗംഭീരമായിരുന്നു ആ തിരിച്ചുവരവ്. രാജാവിൻ്റെ മകനിൽ നിർത്തിപ്പോയ എല്ലാ വില്ലത്തരങ്ങളും കമ്മീഷണറിൽ വീണ്ടും തുടങ്ങി. പുത്തൻപുരയിൽ AV രാജഗോപാൽ, പത്മാവതി അമ്മ ദമ്പതികളുടെ മകനായ രതീഷ് 1954 കലവൂരിലാണ് ജനിച്ചത്. ഡയാനയാണ് രതീഷിൻ്റെ ഭാര്യ. പാർവതി, പത്മരാജ്, പത്മ, പ്രണവ് എന്നിവരാണ് മക്കൾ. 2002 ഡിസംബർ 23 തൻ്റെ 49ാം വയസ്സിലായിരുന്നു രതീഷിൻ്റെ അകാലത്തിലുള്ള വിടവാങ്ങൽ. അന്ന എന്ന സീരിയലിലെ അഭിനയത്തിന് മികച്ച അഭിനേതാവിനുള്ള പുരസ്കാരം മരണത്തിന് ശേഷം രതീഷിന് കിട്ടി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അടുത്തയാഴ്ച മറ്റൊരു താരത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.